എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി റെസിപ്പിയാണ്. ഉള്ളി പുളിമുളക് ഉണ്ടാക്കിയാലോ, നല്ല റെസിപ്പിയാണ്. ചോറും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടാക്കുക. ചീനച്ചട്ടിയിൽ നമുക്ക് നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുക. 2-3 ഉലുവ അധികമായി പോകാൻ നോക്കണം. കുറച്ച് മതി. 2-3-4 പീസ് ഇത് ഉലുവ മാത്രമേ ഇടണ്ടൂ. പിന്നെ നമ്മുടെ കൊച്ചുള്ളിയാണ് വേണ്ടത്. അതൊരു 5-10 ഉള്ളി. കട്ട് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. കട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 3-4 പച്ചമുളകും കൂടി ഇങ്ങനെ കട്ടിയൊന്നും ചെയ്യാൻ പാടില്ല, കീറിയോ ഒന്നും കൊടുക്കണ്ട. പിന്നെ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി വരുമ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും ഒരു പിഞ്ച് പിന്നെ കായപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം, അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ മാത്രമേ നല്ലോണം വെന്ത് വരും കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് പുളി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ ഈ ഉള്ളിയും മുളകും നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് അടച്ച് വെച്ച് പിന്നെ വേവിച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ടൊന്ന് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ചേർത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഉടച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ചരി വറുത്ത് പൊടിച്ച അരി ഉണ്ടാവുമല്ലോ, അതൊരു 1/2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഒരു കഷ്ണം ശർക്കര, ഇത് എല്ലാം ബാലൻസ്, പുളിയും മുളകും ഒക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ശർക്കരയും കൂടി അതൊന്ന് ലയിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.